ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പാത്രങ്ങളൊക്കെ മൊത്തം നിരത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ അടുക്കളയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചായി നമ്മളിങ്ങനെ കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങൊക്കെ നടത്തിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ നോക്കി നോക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് അഴുക്കും പൊടിയൊക്കെ കണ്ടു. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു മനപ്രയാസമാണ്. പിന്നെ ഉറങ്ങാൻ പോലും സത്യത്തിൽ പറ്റില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ വൈകുന്നേരമായി കുഴപ്പമില്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ മൊത്തം വലിച്ച് വാരിയിട്ടിട്ട് നല്ല സോപ്പും വെള്ളമൊക്കെ എടുത്ത് നന്നായിട്ടൊന്നുകൊണ്ട് കഴുകി എന്നിട്ടത് തുടച്ചെടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ അതിൽ അത്യാവശ്യം വെള്ളത്തിൻ്റെ കിനിമൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ പാത്രങ്ങളൊന്നും പിന്നെ എടുത്ത് വെക്കാൻ നിന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരമൊക്കെയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ രാത്രിയാവും ചെയ്തു. അപ്പോൾ പിന്നെ വെള്ളമൊക്കെ നന്നായി വറ്റിയൊന്ന് ക്ലീനായിട്ട് ഇരുന്നിട്ട് പിറ്റത്തെ ദിവസം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചുട്ടാ. പിന്നെ രാവിലെ ഞാൻ എണീറ്റ് വന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ ആ പാത്രങ്ങളും കാര്യങ്ങളും അപ്പോൾ നമ്മൾ വലിച്ചിടുമ്പോൾ അത് ഒന്നാകെ വാരി വലിച്ചങ്ങോട്ട് ഇടും. പക്ഷേ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ക്ഷമയോട് കൂടിയിട്ടൊക്കെ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ അതൊരു ഓർഡറിലാവില്ല. അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്തതിന് ശേഷം അതൊക്കെ അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് നമ്മുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ചായക്കാണെന്നുണ്ടെങ്കിൽ പുട്ട്, ചെറുപയർ അങ്ങനത്തെ ആയിരുന്നു. കുറച്ച് എളുപ്പത്തിലുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത്. അപ്പോൾ അതൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ളത് കറിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ആൾ കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടുവച്ചു. അപ്പോൾ അത് ഐസൊക്കെ ഉള്ള കാരണം രാവിലെ തന്നെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐസൊക്കെ വിട്ടതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയ ചെമ്മീനായത് കാരണം ഇത് എവിടെ നിന്നാണ് കിട്ടണമെന്ന് അറിയില്ല. അത്രയും ചെറുതാണ്. അത് കണ്ടുവെക്കുമ്പോൾ പിന്നെ അങ്ങനെ മേടിച്ചതാണ്. എന്തായാലും കുറച്ചധികം ഉണ്ടായിരുന്നു. കുറച്ച് സമയമൊക്കെ എടുത്തതിന് ശേഷം പിന്നെ അതിനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുക്കിങ്ങിനായിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് ഇവിടെ അങ്ങനെ അങ്ങോട്ട് ആട്ടിക്കാറില്ല. വെളിച്ചെണ്ണയൊക്കെ എപ്പോഴും മേടിക്കുക തന്നെയാണ് ചെയ്യുക. പുറത്തുനിന്ന് മേടിക്കുക തന്നെയാണ് ചെയ്യുക. തേങ്ങ ഉണ്ടെങ്കിലും തേങ്ങ നമ്മളങ്ങനെ വെട്ടിപ്പൊളിച്ച് തൂക്കം കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ വെളിച്ചെണ്ണ മേടിക്കുകയാണ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ ഞാൻ അങ്ങനെ പാത്രത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ എടുക്കുന്ന പാത്രത്തേക്ക് അങ്ങനെ കമഴ്ത്തി വയ്ക്കും കേട്ടോ. അങ്ങനെ കമഴ്ത്തി വയ്ക്കുമ്പോൾ ഒരു നല്ലൊരു ഇതാണ്. അപ്പോൾ അത് മൊത്തം വെളിച്ചെണ്ണ അതിൽ പോവുകയും ചെയ്യും. ഒരു ഇത്തിരി ബാലൻസ് ഇല്ലാതെ മൊത്തം അതിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ഒഴിച്ചിട്ടൊരു മൂലയിലേക്ക് അവിടെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കറി എന്ന് പറയുന്നത് ചെമ്മീനാണെങ്കിലും ശരി, പച്ചക്കറിയുടെ മുരിങ്ങക്കായ അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി കൊടുന്നിട്ട്. പിന്നെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കും വേണം. ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീട്ടിൽ കാറ്റും മഴയൊക്കെ വന്നപ്പോൾ ഒടിഞ്ഞ് വീണ്. അപ്പോൾ കുറച്ചധികം മുരിങ്ങക്കായ അവർ കൊടുത്തതാണ്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും കൊടുത്തപ്പോൾ ഈ ആൾക്കും കിട്ടി. അപ്പോൾ കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുന്ന സ്ഥിതിക്ക് പിന്നെ ഇത് തീരണമല്ലോ. കൊണ്ടുവരാനാണെങ്കിൽ ആൾ കൊണ്ടുവരും. പക്ഷേ ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, കഴിക്കും. പിറ്റത്തെ ദിവസം നമ്മൾ കറി വെച്ച് കൊടുക്കുമ്പോൾ എന്താ ഇപ്പോൾ ഇത് എന്നും കൊടുന്നത് അബദ്ധമായോ എന്നാണ് അങ്ങനെയാണ് പറയുക. അപ്പോൾ എന്തായാലും ഇതോടുകൂടി കഴിഞ്ഞു. അങ്ങനെ കഴിക്കാനും കുഴപ്പമുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ അങ്ങനെ അടുപ്പിച്ചാവുമ്പോൾ ഒരു വേണ്ടാന്നൊരു ഇത് വേണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ മീനായിട്ടും അങ്ങനെ റോസ്റ്റായിട്ടും മീൻ വറുത്തതായിട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തോടെ അതാണ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അവിടെയൊക്കെ ഒന്ന് അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ്. നമ്മുടെ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ കറി എന്തായാലും വെക്കണില്ല. ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചെമ്മീൻ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് അങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ വറുത്തരച്ചെടുത്ത ഒരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുക. അത് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ചെമ്മീൻ അതിനൊന്നും നിൽക്കണില്ല. ഓൾറെഡി കറി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ചെമ്മീൻ അങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും കുക്കറിൽ നമ്മുടെ തക്കാളിയും പരിപ്പും വല്ലതും കൂടിയിട്ട് അങ്ങനെ കുക്കറിൽ അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ സമയമാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കും പിന്നെ അത്ര തിരക്കില്ല. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ചായയൊക്കെ കുടിക്കാൻ കുറച്ച് വൈകിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. പിന്നെ എല്ലാവരും ചായ ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം വൈകിട്ടാണ് കുടിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ചോറ് പെട്ടെന്ന് വേണം, 1 മണിക്ക് വേണം, അങ്ങനെ ഉള്ളതൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇതാ നമ്മൾ കുറച്ച് പൊടികളും പേസ്റ്റും
അങ്ങനെയുള്ള എല്ലാതും പേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വെളുത്തുള്ളി ചതച്ചത് അതൊക്കെയാണ് കേട്ടോ. അതെല്ലതും കൂടിയിട്ട് നമ്മൾ ചേർത്തിട്ട് ഒന്ന് വെക്കുകയാണ്. അപ്പോൾ അതവിടെ കിടന്നിട്ട് അങ്ങോട്ട് ചേർന്ന് പിടിക്കട്ടെ. അപ്പോൾ എന്നിട്ട് അതവിടെ അടച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്നും നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ടതുണ്ട്, കടയിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഞായറാഴ്ച ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒരു എൻഗേജ്മെൻറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇന്നും കടയിലൊക്കെ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വൈകുന്നേര ടൈമിലൊക്കെ ആളെയൊക്കെ വന്നതിന് ശേഷം പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടിയും കൂടിയാണ്. അതെൻ്റെ മാമൻ്റെ മോൻ്റെയാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി കടയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ പറ്റുമെങ്കിൽ കുട്ടികളും കൂട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി വരുമ്പോഴേക്കും കുറച്ച് രാത്രിയൊക്കെ ആവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി ഉണ്ട്. ഞാനങ്ങനെ വന്നിട്ട് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടാണ്, വീടിൻ്റെ ഫ്രണ്ടാണ്. ഇത് ഇങ്ങനെ വഴിയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. വഴിയല്ല, മുറ്റത്തിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. അവിടെ ആ സൈഡിലാണ് റോഡാണ്. അവിടെ ആ ഭാഗത്തൊക്കെയാണ് കുട്ടികൾ കളിക്കുക. സാധാരണ അവിടെയാണ് കളിക്കാറ്. ഇത് കണ്ട തെച്ചി നല്ല പൂവിട്ടിട്ടുണ്ട്. അത് നമ്മുടെ അല്ല, അപ്പുറത്തെ വീട്ടിലത്തെയാണ്. പക്ഷെ അത് ഇങ്ങോട്ട് ചാഞ്ഞ് വന്നതാട്ടോ. നല്ല ഉണ്ട തെച്ചാണ്. ഇനിയും അത് വലുതായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വേപ്പിലാണ് കേട്ടോ അത് പൊടിച്ച് വരുന്നതാണ് സംഭവം. അത് അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു 2 വർഷമൊക്കെ ആയി. പക്ഷേ അത് അങ്ങനെ മുരടിച്ച് നിന്നിട്ട് ഇപ്പോഴാണ് അതൊന്ന് ഇലയൊക്കെ ഒന്ന് വരുന്നത്. ഞാൻ തീരെ പതുമൊന്നും പൊട്ടിക്കാറേ ഇല്ല. പക്ഷേ നമ്മുടെ ഇതിലേക്കാണെന്നുണ്ടെങ്കിൽ വേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കൊടുന്നതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് കറിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വേപ്പില ഇടുമ്പോഴാണല്ലോ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ വഴി ഇല്ലാത്തതുകൊണ്ട് അത് വന്ന് പൊട്ടിച്ചതാണ് കേട്ടോ. അതിനോട് ചോദിച്ചിട്ടാണ് പൊട്ടിച്ചത്. അത്ര എനിക്ക് സങ്കടമാണ് കേട്ടോ വന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിയുകയും ചെയ്ത് ഞാനാണെങ്കിൽ പറയാൻ മറക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ വേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ വരട്ടിയെടുക്കുകയാണ്. പൊടികളും മസാലകളും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഒരിത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ അത് ചെമ്മീനത്തെ വെള്ളം അതും കൂടി ആയപ്പോൾ ഒരിത്തിരി വെള്ളത്തിൻ്റെ ഒക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പിടിച്ചിരുത്തിയിട്ടുണ്ട്. കളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംസാരം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കളിനെ കുറിച്ചിട്ടുള്ള പറച്ചിലും അതിനെക്കുറിച്ചുള്ള വിവരിക്കലും ഒക്കെയാണ്. അപ്പോൾ അതിന് അവർക്ക് ഭയങ്കര കളിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഏറെ സമയവും ഫോണിലാണ്. അപ്പോൾ ഫോൺ കാണുന്നതിനെക്കാട്ടി നല്ലത് ഈ കളിക്കുകയാണല്ലോ, ഫുട്ബോൾ കളി, ക്രിക്കറ്റ്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടുതൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, കളിച്ചോട്ടെ എന്ന് തന്നെ ഞാനും വിചാരിക്കട്ടോ. അപ്പോൾ അങ്ങനെ അവരും അവിടെ ഇരുന്ന് അവർ കഴിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും പിന്നെ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ ഇട്ടതുകൊണ്ട് ആ കുരുമുളകിൻ്റെ ഒക്കെ ഇങ്ങനെ കടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യത്തിന് നല്ല എരിവുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂട്ടിയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ. പിന്നെ ആൾ വരുമ്പോൾ പൈനാപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾ എല്ലാവരും ഉണ്ട്. കളി കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇപ്പോഴങ്ങോട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് നല്ല ചെറിയ പീസാക്കിയില്ല, അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഈ മുളകും പൊടി, ഉപ്പും അങ്ങനെ ഒക്കെ ചേർത്ത് ചിലപ്പോൾ ചില സമയങ്ങളിൽ പൈനാപ്പിൾ സുറുക്കി ഒഴിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഒഴിച്ച് മിക്സാക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ്. അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തം അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തതാണ്.
അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ഞാനതിൽ മുളകും പൊടി ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. തൽക്കാലം അത് മുറിച്ചപ്പോൾ തന്നെ നല്ല മധുരമായിരുന്നു. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവരുടെ കയ്യിലാണ് എപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഫോണാണ്. അപ്പോൾ ഫോണൊക്കെ ഞാൻ അങ്ങനെ പിടിച്ച് വലിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും നല്ല അറ്റൻഷനിൽ ഇരുന്നിട്ട് വർത്തമാനങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടി അങ്ങനെ ഇരുന്നിട്ട് പൈനാപ്പിളൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.